അയോധ്യ എന്ന സുന്ദരമായ രാജ്യത്ത് സൂര്യവംശത്തിലെ മഹാനായ ദശരഥൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കീർത്തിയും സമ്പത്തും ധർമ്മനിഷ്ഠയും ഉണ്ടായിരുന്നു. പക്ഷേ ഒരേയൊരു ദുഃഖം മാത്രം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. ഒരു രാജാവിന് തന്റെ വംശം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പുത്രൻ അത്യാവശ്യമാണല്ലോ. കാലമേറെ കഴിഞ്ഞിട്ടും പുത്രസമ്പത്തില്ലാത്തതിനാൽ ദശരഥ മഹാരാജാവ് വളരെ വിഷമത്തിലായിരുന്നു. ഈ ദുഃഖം അദ്ദേഹം തന്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയോട് തുറന്നു പറഞ്ഞു. ദശരഥന്റെ വിഷമം മനസ്സിലാക്കിയ വസിഷ്ഠൻ അദ്ദേഹത്തിനൊരു പരിഹാരം നിർദ്ദേശിച്ചു. പുത്രകാമേഷ്ടിയാഗം. വിശിഷ്ടമായ ഈ യാഗം നടത്തിയാൽ പുത്രഭാഗ്യം ലഭിക്കുമെന്നും അതിനായി മഹാനായ ഋഷ്യശൃംഗ മഹർഷിയെ ക്ഷണിക്കണമെന്നും വസിഷ്ഠൻ ഉപദേശിച്ചു. വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ദശരഥൻ ഋഷ്യശൃംഗ മഹർഷിയെ അയോധ്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സരയൂ നദിയുടെ തീരത്ത് മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായ ഒരു വലിയ പുത്രകാമേഷ്ടിയാഗം ആരംഭിച്ചു. ദേവന്മാർക്ക് ഹോമിച്ചുകൊണ്ട് നടന്ന ഈ യാഗം വളരെ ഭക്തിയോടും കൃത്യതയോടും കൂടിയാണ് നടത്തിയത്. യാഗാഗ്നി ആളിക്കത്തി, മന്ത്രധ്വനികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. യാഗത്തിന്റെ അവസാനത്തിൽ യാഗാഗ്നിയിൽ നിന്ന് ദിവ്യമായ തേജസ്സോടുകൂടി പ്രജാപതിയുടെ ദൂതനായ ഒരു പുരുഷൻ ഉയർന്നുവന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണ്ണപാത്രത്തിൽ ദിവ്യമായ പായസമുണ്ടായിരുന്നു. മഹാരാജാവേ, അങ്ങയുടെ യാഗത്തിൽ സംപ്രീതനായി ഭഗവാൻ ഈ പായസം നൽകിയിരിക്കുന്നു. ഇത് അങ്ങയുടെ പത്നിമാർക്ക് നൽകുക. അവർക്ക് ശ്രേഷ്ഠരായ പുത്രന്മാർ ജനിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം പായസം ദശരഥന് നൽകി അപ്രത്യക്ഷനായി. ദശരഥ മഹാരാജാവ് അതീവ സന്തുഷ്ടനായി. അദ്ദേഹം ആ ദിവ്യ പായസം തന്റെ 3 ഭാര്യമാർക്കും കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർക്ക് തുല്യമായി പകുത്തു നൽകി. കൗസല്യയ്ക്ക് പായസത്തിന്റെ പകുതിയും കൈകേയിക്ക് ബാക്കിയുടെ പകുതിയും, സുമിത്രയ്ക്ക് ഇരുവർക്കും കൊടുത്തതിൽ നിന്ന് ബാക്കിയുള്ളതിന്റെ പകുതിയും കൊടുത്തു. പിന്നീട് സുമിത്രയ്ക്ക് കുറഞ്ഞെന്ന് തോന്നിയപ്പോൾ കൗസല്യയുടെയും കൈകേയിയുടെയും പായസത്തിൽ നിന്ന് ഓരോ അംശം കൂടി നൽകി. അങ്ങനെ കാലം കഴിഞ്ഞു. ശുഭമുഹൂർത്തത്തിൽ കൗസല്യയ്ക്ക് ശ്രീരാമനും കൈകേയിക്ക് ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ചു. അയോധ്യയിൽ സന്തോഷമലതല്ലി. എങ്ങും ആഘോഷത്തിമിർപ്പായി. ദശരഥ മഹാരാജാവിന്റെ പുത്രദുഃഖം അതോടെ അവസാനിച്ചു. ഈ 4 രാജകുമാരന്മാരുടെ ജനനത്തോടെ അയോധ്യ കൂടുതൽ ഐശ്വര്യപൂർണമായി മാറി.